അവരുടെ വാശി ശരി ശരി എത്രയും വസന്ത് മടക്കി ശ്രീ പണിക്കർ പോക്കറ്റുകൾ. ഇതിനകത്ത് രാജു എബ്രഹാം പറയുന്നത് ഇത് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നാണ്. അയ്യപ്പനെ വികലമായിട്ട് ചിത്രീകരിച്ചു, അയ്യപ്പന്റെ പേര് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നൊക്കെയാണ്. രാജു എബ്രഹാമിനെ പോലെയുള്ള ഒരു നേതാവിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. കാരണം അദ്ദേഹം കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് പറയുന്ന ഒരാളായിട്ടാണ് രാജുവിനെ കാണുന്നത്. പക്ഷേ അദ്ദേഹം നിർബന്ധിതനായതായിരിക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കാൻ പോവുകയാണെന്നാണ്. പക്ഷേ ഇവിടെ ഈ പാട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ശബരിമലയിലെ ഒരു അഴിമതി, പിന്നെ ഈ സ്വർണം മോഷിച്ചത്, ഇത് തുറന്നു കാട്ടുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അയ്യപ്പനെ എവിടെയാണ് അവിടെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്? ശ്രീ മഞ്ജുഷ്, ഇതിൻ്റെ പിന്നിലുള്ള ഡിസൈൻ വളരെ വ്യക്തമാണ്. കാരണം ഈ പാട്ട് പാടിയിരിക്കുന്ന ആളിൻ്റെ പേര് ഡാനിഷ് മുഹമ്മദ് എന്നാണ്. പിന്നെയുള്ളത് ഒരു സ്റ്റുഡിയോ നടത്തിപ്പുകാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സുബൈർ പന്തല്ലൂര്. പിന്നീട് ഒരാളുടെ പേര് ഹനീഫ മുടിക്കോട്. ഇത് എഴുതിയിരിക്കുന്നത് GP ചാലപ്പുറം. അപ്പോൾ GP ചാലപ്പുറത്തിൻ്റെ മതം എനിക്കറിയില്ല, പക്ഷെ മറ്റുള്ള ആൾക്കാരുടെ പേര് കൊണ്ട് നമുക്കറിയാവുന്നത് ഇവരെല്ലാം ഇസ്ലാം മതവിശ്വാസികളാണ് എന്നാണ്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പാട്ടെഴുതി അയ്യപ്പ ഭക്തിഗാനത്തിനെ വികലമാക്കി അത് പാടി റെക്കോർഡ് ചെയ്ത് ഒരു മതനിന്ദ, അന്യമത നിന്ദ കാണിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമാണ് എനിക്കിതിനെ തോന്നുന്നത്. ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു തരത്തിലുള്ള മതവികാരവും വ്രണപ്പെട്ടിട്ടില്ല, എൻ്റെ വിശ്വാസം വ്രണപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല, ഇത് വിശ്വാസത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തി ഗാനത്തിൻ്റെ ട്യൂണാണെന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാട്ടിൽ പറയുന്നത് ചില രാഷ്ട്രീയ സത്യങ്ങളെക്കുറിച്ചാണ്, ഇതിൽ പറയുന്നത് അഴിമതിയെക്കുറിച്ചാണ്, ഇതിൽ പറയുന്നത് കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ്, ഇതിൽ പറയുന്നത് ശബരിമലയിലെ ആചാര ലംഘനത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഈണത്തിൽ പാടിയില്ല എങ്കിൽ, ഇപ്പോൾ ശ്രീ വസന്ത് ഗംഭീരമായിട്ട് പാടി, പക്ഷെ അങ്ങനെ ഈണത്തിൽ പാടിയില്ല എങ്കിൽ പോലും സാധാരണ ഭാഷയിൽ പ്രതിപക്ഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പാട്ടിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? പാടിയതാണോ പ്രശ്നം? അല്ലാതെ ഇത് പറഞ്ഞിരുന്നാലോ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അടക്കം, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടക്കം, ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും പാടുന്നതും പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയിൽ സ്വർണം കെട്ടതിൽ ആരുടെയും ഒരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല. അതിലാർക്കും യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല. അതിൽ മതവികാരമോ വിശ്വാസമോ വ്രണപ്പെട്ടിട്ടില്ല. ഇത് ഓരോ ദിവസവും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഏറ്റവും ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ ചോദിക്കുന്നത് കേട്ടു, അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന്. എന്ത് പരിഹാസ്യമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടെ ഇതിനെ ഒന്ന് ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിക്കുമ്പോൾ അത് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി, അതും അന്യമത നിന്ദ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊന്നും വരില്ലായിരിക്കും. അങ്ങനെയൊന്നും രാജു എബ്രഹാം എന്ന് പറഞ്ഞിട്ടില്ല, അതിലേക്ക് പോയിട്ടില്ല. പക്ഷേ അവിടെ വർഗീയ ധ്രുവീകരണം ലീഗും കോൺഗ്രസും ചേർന്ന് നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഡിസൈൻ അതാണല്ലോ. അതായത് മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാരാണ്, ലീഗുമായി താല്പര്യമുള്ള ആൾക്കാരാണെന്ന് പറയുന്നു, ലീഗ് ഇത് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഡൽഹിയിൽ വരെ ആൾക്കാർ പാടിയല്ലോ. അപ്പോൾ പാടുന്നതിൽ ഷാഫി പറമ്പിലിനെ പോലെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിനെ ആ രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കാനായിട്ടുള്ള ഒരു ഗൂഢശ്രമം സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനോടകം തന്നെ ചില പോസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ അങ്ങനെ കാണുകയും ചെയ്തു. അപ്പം ഞാൻ പറയുന്നത്, ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ പേരിൽ, ഈ വലിയ കൊടിയ അഴിമതിയുടെ പേരിൽ, അതിലെ കെടുകാര്യസ്ഥതയുടെ പേരിൽ, അതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്ന സഖാക്കന്മാർ ജയിലിൽ കിടക്കുന്നു എന്നതിൽ ഇവിടെ ആരുടെ ഒരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല. അവരെ പാർട്ടി പദവികളിൽ നിന്ന് മാറ്റുന്നില്ല, അവരങ്ങനെ തന്നെ നിൽക്കുക. നമ്മൾ ഈ വ്രണപ്പെടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ മഞ്ജുഷ്? നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കുരുപൊട്ടുക എന്നാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്വർണ്ണക്കൊള്ള നടന്നിരുന്ന സമയത്തൊന്നും പൊട്ടാത്ത കുരു ഒരു പാരഡി പാട്ടിന്റെ പേരിൽ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടുന്ന കുരു അങ്ങ് പൊട്ടട്ടെന്നേ. ഞാൻ പറഞ്ഞ അതല്ലാതെ പിന്നെ നമ്മൾ ഇത് മതവിശ്വാസത്തിനെ ഹനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ശ്രീ രാജു എബ്രഹാമിനെ പോലെ വളരെ മുതിർന്ന ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് ഏത് മതവിഭാഗത്തിന്റെയും ഭക്തിഗാനങ്ങളെക്കുറിച്ച് പാരഡികൾ പാടില്ല, അത് മതവികാരത്തെ വ്രണപ്പെടുത്തും, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഈ വരികളിൽ തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടല്ലോ. ശബരിമലയിലെ ആചാര ലംഘനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആചാര ലംഘനം നടത്തിയിരുന്ന സമയത്ത് അവിടെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവർ ഏത് പാർട്ടികളിൽ പെട്ടിരുന്ന നേതാക്കന്മാരാണ്? ഇന്ന് പ്രതിപക്ഷത്തുള്ള 2 പാർട്ടികളിലും പെട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അല്ലെങ്കിൽ അത് മുസ്ലിം ലീഗിനും അതേ നിലപാട് തന്നെയാണല്ലോ. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികളെല്ലാം അന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാൻ ഇവരാരെങ്കിലും തയ്യാറായോ? അതിന്റെ പേരിൽ രണ്ടാമത് വീണ്ടും ഒരു യുവതി അവിടെ പ്രവേശിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വാർത്ത പരന്ന സമയത്ത് ഇനി എന്താ പുതിയ ഹർത്താലൊന്നും ഇല്ലെന്നോ മറ്റോ ആണ് അന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. അതപ്പോ ഏത് തരത്തിലുള്ള മതവികാരം വ്രണപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എന്ത് വികാരത്തിനെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു? ശരി, താങ്കളിലേക്ക് പറയുമ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കൻ കൂടി ചേരുകയാണ്.